വളരെ സവിശേഷതയുള്ള ഒരു JB ജംഗ്ഷനിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്തത്. മലയാള സിനിമയിൽ പുതിയ ഭാവുകത്വം സൃഷ്ടിക്കുന്ന നിറഞ്ഞോടുന്ന അങ്കമാലി ഡയറീസ് എന്ന സിനിമയെ മുൻനിർത്തിയുള്ള പ്രത്യേക JB ജംഗ്ഷൻ. ആ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും അഭിനേതാക്കളും JB ജംഗ്ഷന്റെ വേദിയിൽ വെച്ച് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. വിജയ്, എന്തോ ഇത് രണ്ടാം വട്ടാണ് വിജയനെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ആദ്യത്തെ റൗണ്ടിൽ പിടിച്ചിട്ട് പറഞ്ഞത് കിട്ടിയില്ല. ഞാൻ രണ്ടാമത് അറിയാവുന്ന പോലീസിന് രണ്ടടി കൂടുതൽ ഇവിടെ വന്നാൽ അറിയാവുന്നതുകൊണ്ട് കൂടുതൽ കിട്ടും. അങ്കമാലി ഡയറീസിനെ മുൻനിർത്തിയുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. വിജയ് ഏത് സിനിമ എടുത്താലും ഞാനത് പ്രൊമോട്ട് ചെയ്യുന്ന തീരുമാനിച്ചിരിക്കുകയാണ്. രണ്ടാമത് ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിനിടയ്ക്കൊരു പ്രാവശ്യം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. വിജയ് എന്ത് സിനിമ എടുത്താലും അല്ല, വിജയ് എന്ത് ചെയ്താലും അങ്ങനെയാണോ? ലിജോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ലിജോയുടെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 5ാമത്തെ സിനിമ അല്ലേ? 5ാമത്തെ സിനിമ. ലിജോയുടെ മുമ്പുള്ള സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സിനിമ, അതിലെനിക്ക് തോന്നുന്നു ആമേനാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി സക്സസ്ഫുൾ ആയത്. ചില സിനിമകൾ മുമ്പേ പറക്കുന്ന പക്ഷികളെ പോലെ കേരളത്തിന് പരിവപ്പെടാത്ത കേരളത്തിലേക്ക് ലിജോ ഇട്ടിട്ടുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ സിനിമയുടെ ഒരു സ്വീകാര്യത കണ്ടിട്ട്? അല്ല, ഇതിൽ അങ്ങനെ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും പേഴ്സണലി എനിക്കില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ആളുകൾ കണ്ടു തുടങ്ങി എന്നുള്ളൊരു സന്തോഷം നന്നായിട്ടുണ്ട്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത എൻറ്റയർ ടീമിന് അതുണ്ട്. അത് വിജയ് ആയിക്കോട്ടെ, ഇതിൽ റൈറ്റർ ചെമ്പനായിക്കോട്ടെ, ഇതിൽ വർക്ക് ചെയ്ത 86 എന്നല്ല പറയേണ്ടത്, ഒരുപാട് ആളുകൾ അങ്കമാലിക്കാർ മുഴുവൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് വേണം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുണ്ട് അതിനകത്ത്. വിജയ്, ഞാൻ സിനിമയുടെ ഒരു ചെറിയൊരു ഇത് ലിജോനെ വിജയ്ക്ക് വിശ്വാസമാണ്, തർക്കമൊന്നുമില്ല. എങ്കിൽ പോലും ഇത്തരം ഒരു സിനിമ എടുക്കാൻ ഒരു ചെറിയ ധൈര്യം വേണം. എന്താ കാരണം വെച്ചാൽ പുതിയ നടന്മാരാണ് മുഴുവൻ ആൾക്കാർ. വിജയാണെങ്കിൽ ഇതിൻ്റെ സാമ്പത്തിക സമവാക്യം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. മാർക്കറ്റ്, സാറ്റലൈറ്റ്, അതിനു വേണ്ട ചേരുവ, ഇതൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ ഈ ഒരു സിനിമ വിജയ് എടുത്തു? ഇതുവരെ 7 സിനിമകൾ ചെയ്തു. 7ലും പുതിയ ആൾക്കാരാണ് ഡയറക്റ്റ് ചെയ്തത്. എല്ലാം ഫസ്റ്റ് കമേഴ്സാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു. സ്ട്രോങ്ങസ്റ്റ്, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ടെക്നീഷ്യന്മാരിൽ ഒരാളാണ് ലിജോ. ഐ ഹാവ് ഓൾ ദ കോൺഫിഡൻസ് ഇൻ ഹിം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു പടം ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒന്നും നടക്കാതെ പോയി. ലിജോ വേറെ ചെയ്തു, അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇത് ഞങ്ങൾ വേറൊരു പ്രോജക്റ്റിൻ്റെ ഡിസ്കഷന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. അത് ലൊക്കേഷൻ ശരിയായില്ല. ലൊക്കേഷൻ ഒരു വിൻ്റർ ആയതുകൊണ്ട് നടക്കില്ല, സമ്മറിലേ നടക്കുള്ളൂ. അപ്പോൾ ലിജോ പറഞ്ഞു ഇനിയിപ്പം എനിക്ക് 1 വർഷം വെയിറ്റ് ചെയ്യാൻ അത് പറ്റില്ല, സമ്മർ ആകുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ലിജോ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത് ചെമ്പൻ എഴുതിയിരിക്കുന്നതാണ്, ഞങ്ങളുടെയൊക്കെ ലൈഫിലെ ചില മൂമെൻറ്റ്സ് ഒക്കെ അതിൽ വരും, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ടാവും. പക്ഷേ ഒറ്റ പ്രശ്നമുണ്ട്, അതിനിപ്പോൾ ആക്ടേഴ്സ് ഡേറ്റൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം പുതുമകളായിരിക്കും. വിജയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 5 മിനിറ്റ്സിൽ ഡിസിഷൻ എടുത്തു. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ലിജോ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഇതിൻ്റെ USP. ഇതിനെ ഒരു സിനിമയെ ഒരു പ്രോഡക്റ്റായിട്ട് കാണുകയാണെങ്കിൽ എല്ലാ പ്രോഡക്റ്റിനും ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ വേണം. ഇതിൻ്റെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ തന്നെ 86 പുതുമുഖങ്ങൾ എന്നുള്ളത് തന്നെയാണ്. അതാണ് അതിൻ്റെ സെല്ലിംഗ് പോയിന്റ്. അതാണ് അതിൻ്റെ സെല്ലിംഗ് പോയിന്റ്. ലിജോ, ഇത് ലിജോയുടെയോ അതെയോ ചെമ്പൻ്റെയോ, ഇത് ആരുടെയാണ് പന്നിയിറച്ചിയോടുള്ള പ്രതിബദ്ധത? കുറച്ച് ആഹാരപ്രിയ കൂടുതലുള്ള ആളുകളാണ് ആ ഒരു ഭൂമികയിലുള്ളത്. വരട്ടെ, ഒരാൾ ഈ സമയത്ത് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നു, നോക്കട്ടെ. അങ്കമാലി ഡയറീസ് ഞാൻ കണ്ടു. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ കുറച്ച് കുശുമ്പ് തോന്നിയ സിനിമയാണ്. 86 പുതിയ നടീനടന്മാരെ വെച്ചിട്ടൊരു സിനിമ. അവരൊക്കെ അഭിനയിക്കില്ല, കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുകയായിരുന്നു. മലയാള സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും നല്ല സമ്മാനമാണ് അങ്കമാലി ഡയറീസ്. അതിൻ്റെ കാരണം എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ ലെവലിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ട നടന്മാരുടെ ഒരു കൂട്ടത്തിന് നേരെ ഒരു ബൊക്കെ പോലെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സംവിധായകനാണ്, നമുക്ക് 2 പേർക്കും കടിച്ചു കൊടുത്തിരിക്കുകയാണ്. ലിജോ, എന്നാലും പൈസ മുടക്കുന്നവൻ്റെ അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് സംവിധായകനൊരു നിശ്ചയദാർഢ്യമുണ്ട്. വിജയബാബുവിന് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചില മാർഗ്ഗങ്ങളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ പ്രസൻസ് ആണ്. അത് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്.
പിന്നെ ഉള്ളത് സാറ്റലൈറ്റ് ഈ പറഞ്ഞ പോലെ വിജയബാബുവിന് അതിൻ്റെ മർമ്മം അറിയാവുന്ന ആളാണ്, അതും ഈ സ്റ്റാർ പ്രസൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡയറക്ടർ എടുത്തൊരു വലിയൊരു റിസ്ക് അല്ലേ അത്? ഇപ്പോൾ അങ്കമാലി ഡയറീസിനെ സംബന്ധിച്ച് ഇതൊരു കാൻഡിഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു രീതിയിൽ നമ്മൾ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. ഒരു ചെറിയ പ്രോജക്റ്റ് ആയിട്ടാണ് കൺസീവ് ചെയ്തത്. അങ്ങനെ തന്നെയാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു പരീക്ഷണം അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന് പൈസ മുടക്കില്ല ഉള്ളതല്ല എന്നർത്ഥം. പേടിക്കണ്ട, ഞാൻ അതിന്റെ കണക്കൊന്നും പുറത്ത് പറയാൻ ഇല്ല, അത് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നില്ലല്ലോ. ചില കണക്കൊക്കെ ആ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. വേറൊരു വലിയ ക്യാൻവാസിലുള്ളൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സ്റ്റാറിൻ്റെ പ്രസൻസ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ കാരണം അതിൻ്റെ ബിസിനസ് സൈഡ് നമുക്ക് കീപ്പ് ചെയ്യാനും അത് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി സ്റ്റാർസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് ആവശ്യമായിട്ട് വരും. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സിനിമ നമ്മുടെ നാട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സിനിമ, നമ്മുടെ പരിചയങ്ങൾ, നമ്മുടെ പരിചയമുള്ള സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൊക്കേഷൻസായിട്ട് പരിചയമുള്ള ആളുകൾ അതിൽ അഭിനയിക്കുന്നു. നമ്മൾ മാക്സിമം ഒരു ഫിലിം പ്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലസ് ഞങ്ങൾ ആസ് ടെക്നീഷ്യൻസും ഇതിൻ്റെ പാർട്ടാവുന്നു. ലിജോ, ഞാൻ ഈ സിനിമ കണ്ടു എന്ന കാരണം വെച്ചാൽ ഒന്ന് വിജയബാബുവിൻ്റെ സിനിമയാണ്, രണ്ട് ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഒരു ഒത്തുചേരൽ വരുമ്പോൾ ഈ ഒരു ഷോയോട് നീതി പുറത്തുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ കാണണം, അതില്ലെങ്കിൽ അതിനകത്ത് അർത്ഥമില്ല. എനിക്ക് തോന്നുന്നു ലിജോ കടന്നുപോയ ഒരു ജീവിത സാമൂഹ്യ കുടുംബ സാഹചര്യത്തിൻ്റെ അതേ പകർപ്പാണ്. പ്രത്യേകിച്ച് ഒന്നും തേച്ച് മിനുക്കാനൊന്നുമില്ല. അതിൻ്റെതായ ക്രൂഡ്നെസ്, വേണമെങ്കിൽ കുറച്ച് ക്രൂഡ്നെസ് കൂട്ടിയിട്ടുണ്ടാവും, കുറച്ചുകൂടെ രൗദ്രത കൂട്ടിയിട്ടുണ്ടാവും. ഇല്ല, അത് കുറവാണ്, ആക്ച്വലി കുറവാണ്. അപ്പം ഈ മുതലാണെന്ന് നോക്കുക. ശരിക്ക് ചിലപ്പം ഈ പന്നിയുടെയൊക്കെ നിലവിളി കേൾക്കുമ്പോൾ നമുക്ക് വലിയ ചെറുകിന്, പക്ഷെ അതാ നാടിൻ്റെ പിന്നെ ആ മുഖങ്ങൾ മുഴുവൻ എന്താണോ അങ്കമാലിയുടെ മനുഷ്യൻ്റെ മനസ്സിലുള്ളത്, ഒരുപക്ഷെ വളരെ തീക്ഷ്ണമായിട്ടുള്ള വഴക്കിനിടയിലും നന്മയുടെ. ഇന്നലെ എനിക്ക് അനിമൽ ബോഡിയിൽ നിന്നൊരു കോൾ വന്നു, ഇങ്ങനെ ഈ പന്നിയെ പിടിക്കുന്നത്. പക്ഷെ അത് റിയാലിറ്റിയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു, സിനിമയുടെ ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ തന്നെ ഇത് ആളുകൾ ചോദിക്കില്ലേ, പന്നിയെ പിടിക്കേണ്ടത് വാലിൽ തന്നെയാണ്, അതിന്റെ വാലിൽ പിടിച്ചു എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അത് ബേസിക്കലി അതായത് ഇപ്പൊ നമ്മൾ ഈ മുയലിനെ കഴുത്തിൽ പിടിച്ചെടുക്കുന്ന പോലെ, പൂച്ചയെ അതിന്റെ അമ്മ കഴുത്തിൽ പിടിച്ച് എടുക്കുന്ന പോലെ, പന്നിയുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് പാർട്ട് അതിന്റെ വാലും, അതിനെ വലിക്കാനും മൂവ് ചെയ്യാനും അവർക്ക് സാധിക്കുന്നത് അങ്ങനെ മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. അല്ല, അത് നമുക്ക് ഈ ഇത്തരം ആളുകളുമായിട്ടുള്ള ഇടപെടൽ മൂലം വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദുനിയാവിൽ എവിടെ പന്നി ഉണ്ടെങ്കിൽ അങ്കമാലിക്കാർ പോയി മേടിച്ചിട്ട് വരും. ബ്രിട്ട സാർ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഈ സിനിമയിലേക്ക് ഇറങ്ങാനായിട്ട് എന്നെയും ഇത് വെച്ചത്. ബിക്കോസ് ലിജോയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ അങ്കമാലി എന്ന് പറയുന്ന ലിജോ വളർന്ന സാഹചര്യം. ബിക്കോസ് ലിജോയുടെ അടുത്ത് നമ്മൾ വെറുതെ ഒന്ന് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ലിജോ അത് എൻഡിൽ കണക്ട് ചെയ്യുന്നത് ലിജോ കണ്ട അങ്കമാലിയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രവും അല്ലെങ്കിൽ അവിടെ കൊച്ചിലെ നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമായിട്ടാണ് അത് എൻഡ് ചെയ്യുക. അപ്പോൾ ലിജോ ആയിട്ടുള്ള ഈ വർഷങ്ങളായിട്ടുള്ള പരിചയത്തിലെല്ലാം എപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടായാലും അത് അങ്കമാലിയിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാൾ. അപ്പം നമ്മൾ അങ്കമാലി ബേസ് ആയിട്ടുള്ള അവിടുത്തെ ലൈഫ് പറയുന്ന ഒരു പ്രോഡക്റ്റ് സിനിമയാക്കുമ്പോൾ പിന്നെ അതിൽ ലിജോയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ചെമ്പന്റെ മനസ്സിലുള്ള അങ്കമാലിയാണോ ലിജോയുടെ മനസ്സിലുള്ള അങ്കമാലിയാണോ, അത് രണ്ടും ഒന്നാണ്? അല്ല, അത് ഒരു കൾമിനേഷൻ ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഷേപ്പിങ്ങിൽ സംഭവിക്കണത്. ആക്ച്വലി സ്പീക്കിംഗ് അത് ചെമ്പനായിട്ട് എഴുതി ചെമ്പൻ്റെ മനസ്സിലുള്ള തോട്ടുകളും ചെമ്പൻ പരിചയപ്പെട്ടുള്ള ആളുകളും തമാശകളും അവിടെ നടന്നിട്ടുള്ള റിയൽ ലൈഫ് ചില ഇൻസിഡൻസും എല്ലാം ചേർത്ത് വെച്ച് ഉണ്ടാക്കിയതാണ് അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു ടോട്ടൽ സിനിമ. പക്ഷേ ഇനീഷ്യലി അത് ചെമ്പൻ എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 or 5 പാർട്ട് എടുക്കാവുന്ന തരത്തിൽ വലുപ്പമുള്ള ഒരു സ്ക്രിപ്റ്റാണ് പുള്ളി കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ഒരു സിനിമയായിട്ട് എടുക്കാനുള്ളൂ, 2ാം ഭാഗം 3ാം ഭാഗമൊക്കെ പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ല, അത് അവർ മൂപ്പർ നോക്കുമ്പോൾ ബാഹുബലി 1 വരുന്നു, 2 വരുന്നു, അങ്ങനെ വരുമ്പോൾ വന്നാൽ ഇതെന്തുകൊണ്ടായിക്കൂടാന്ന് വിചാരിച്ചിട്ട് ഒറ്റ എടുത്ത് എഴുതിയായിരിക്കും. അതിൽ നിന്ന് രൂപപ്പെടുത്തി അത് കമ്പൈൽ ചെയ്ത് നമ്മൾ കുറെ ഒന്ന് ചിസിൽ ചെയ്തു. നമ്മൾ ലിറ്ററലി അത് പല ആവർത്തി റീറൈറ്റ് ചെയ്തു. അതിനകത്ത് നമ്മൾ പല ആളുകളുടെ ഒപ്പീനിയൻ എടുത്തു. അത് ആസ് എ സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ കൺവിൻസിങ് ആവുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് നമ്മൾ എത്തിയത്. പ്രൊഡ്യൂസർക്ക് ഒരു പ്രത്യേക എന്താ പറയുക അഭിനന്ദനം കൊടുക്കണം. എന്താ കാരണം വെച്ചാൽ വിജയബാബുവിന് ഇതിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇൻവെർട്ടർ കോമ മാർക്കറ്റിൻ്റെ കള്ളത്തരം അറിയാമായിരുന്നിട്ട് പോലും ഈ ഒരു ധീരമായൊരു ചുവടുവെപ്പ്. ഒരു പക്ഷേ നോക്കട്ടെ ആരോ വരുന്നു. സിനിമ വിജയിച്ചപ്പോൾ ഈ പുതിയ നടീനടന്മാർക്കും സംവിധായകനും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർക്കും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർക്കും ഒക്കെ അവരുടെ കരിയറിലൊരു വലിയ മൈലേജ് കിട്ടിയിരിക്കുകയാണ്. അതെന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്.
അതോടൊപ്പം അതിനേക്കാൾ അധികമായി എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം വിജയ് ബാബുവിന് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ, ഒരു വിതരണക്കാരൻ എന്നുള്ള നിലയിൽ കുറേ നല്ല സിനിമകൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ ആവശ്യമായ ഒരു ഫണ്ട് ഈ സിനിമയിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിജയ് ബാബു ലിജോ ജോസ് പെല്ലിശ്ശേരിയിൽ അർപ്പിച്ച ആ വിശ്വാസത്തിന് കിട്ടിയ പ്രതിഫലം തന്നെയാണ് ഈ വിജയം. വിജയ്, അപ്പം ഇനി ഒരുപാട് പരീക്ഷണ സിനിമകൾ എടുക്കാൻ വേണ്ടിയുള്ള പൈസ ഇതിൽ നിന്നായി കഴിഞ്ഞു. അല്ല, ഇതുവരെ ചെയ്ത എല്ലാം പരീക്ഷണ സിനിമകളാണ്. ഇതുവരെ ഫ്രൈഡേ ഫിലിം ഹൗസ് ചെയ്തിട്ടുള്ള എല്ലാം പരീക്ഷണ സിനിമകളാണ്. ചിലത് വിജയിക്കും, ചിലത് വിജയിച്ചില്ല. അതിപ്പോൾ സക്രിയുടെ ഗർഭിണികൾ പരീക്ഷണമായിരുന്നു, മങ്കിപ്പൻ പരീക്ഷണമായിരുന്നു, പെരിച്ചാരി ഒരു പരീക്ഷണമായിരുന്നു, അടികപ്പ്യാരെ കൂട്ടുമണി മുദ്ദുകവും പരീക്ഷണമായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ ജോണറാണ്. അതിൽ അങ്കമാലി ഡയറീസും വേറൊരു പരീക്ഷണമായിരുന്നു, അത് വിജയിച്ചു. ഞാൻ അങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നു. ഒരു ജോണറിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ജോണർ പരീക്ഷണ സിനിമകൾ മാത്രമാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അടുത്ത സിനിമ എന്നെ അട്രാക്ട് ചെയ്യുന്നത് ഒരാൾ വന്ന് കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ, ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ചിലപ്പോൾ നല്ല കഥയായിരിക്കും, പക്ഷേ എന്നെ അട്രാക്ട് ചെയ്യുന്നത് അതിൽ മറ്റുള്ള സിനിമകളിൽ നിന്നുള്ള എന്താണ് വ്യത്യസ്തത എന്നുള്ളതാണ്. ഒരു ഡിഫറൻസ് വേണം. ലിജോയുടെ മുൻ സിനിമ ഡബിൾ ബാരൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി, അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് പരാജയം എന്ന് വേണം പറയാം. അപ്പോൾ മാത്രമല്ല, ആദ്യം ചെയ്ത നായകനും സിറ്റി ഓഫ് ഗോഡും ഒക്കെ പരാജയങ്ങളായിരുന്നു. പക്ഷേ അതിനിടയിൽ ആകെ ആമേൻ മാത്രമാണ് ആളുകൾ സിറ്റി ഓഫ് ഗോഡ് ഒക്കെ എനിക്ക് തോന്നുന്നു വേറെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് ഓരോ കാലഘട്ടത്തിലേക്ക് ഒരു ക്രിട്ടിക്കൽ അക്ലെയിം എന്നൊക്കെ വേണം പറയാം. ലിജോയ്ക്ക് എന്തോ ഒരു ആര് പറഞ്ഞ പോലെ നേരെ നടക്കില്ല എന്നുള്ള ഒരു ഉറപ്പായിരുന്നു ലിജോയ്ക്ക്. എല്ലാവരും നേരെയല്ലേ നടക്കുന്നത്, നമുക്ക് കുറച്ച് വളഞ്ഞ് നടക്കാം. ഞാൻ തമാശ പറഞ്ഞല്ല. ഓക്കെ ലിജോ, പക്ഷേ ഈ അങ്കമാലി ഡയറിലെത്തിയപ്പോൾ ലിജോയ്ക്ക് ഇതിനൊരു കോൺഫിഡൻസ് ഉണ്ടാകാം. മലയാള പ്രേക്ഷക സമൂഹം അല്ലെങ്കിൽ മലയാള സിനിമ ആസ്വാദകർ കുറേ കൊണ്ട് മാച്യൂർഡ് ആകുന്നുണ്ട്. ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ധൈര്യം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യ അവബോധം ഇവിടെ രൂപപ്പെടുന്നുണ്ടോ? വ്യൂയിങ് ഹാബിറ്റിൽ വരുന്ന ഒരു മാറ്റമാണ് ബേസിക്കലി. അത് നമ്മുടെ ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി, ഏറ്റവും നല്ല സിനിമകൾ ഉണ്ടാവുന്ന ഇൻഡസ്ട്രി എന്ന് പറയപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു നോസ് ഡൈവ് ഉണ്ടായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന്. അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. വളരെ നിലവാരം കുറഞ്ഞ സിനിമകളുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അപ്പോൾ അതിൽ നിന്ന് അഗെയിൻ നമുക്കൊരു റിവൈവൽ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇൻട്രസ്റ്റിംഗ് സിനിമകളുമായി, ഇൻട്രസ്റ്റിംഗ് തോട്ടുകളുമായി സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള ചിന്തയോടുകൂടി ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കാം ഇപ്പോഴത്തെ ഒരു ചേഞ്ച് നടക്കുന്നതിൻ്റെ. സാറ് വേറെ കാര്യം കൂടെ നോട്ടീസ് ചെയ്യണം. ഈ ഫോൾ സിനിമയിൽ ഒരു തെറി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത്രയും വയലൻസ് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഒരു തെറി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മൾ ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ടില്ല. ഓൺ ഫേസ് വയലൻസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് സിനിമ. മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഓൺ ഫേസ് ഉള്ള കില്ലിങ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ഫേസ് ഉള്ള ബ്ലഡ് സ്പിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് ഓഡിയൻസിന് കിട്ടുന്ന ആംബിയൻറ്റ് ഇഫക്റ്റ് മാത്രമാണ് ആ വയലൻസ്. ആ സൗണ്ട്സും ഇതും ചേർന്ന് ആ സ്പേസിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനോട് അവർക്ക് തോന്നുന്ന ഒരു ഭീതി മാത്രമാണ് ആക്ച്വലി അതിനകത്തുള്ള. ഏത് സിനിമ എടുക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും പല സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം വരും. ഒരുപക്ഷെ ഇത് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്കമാലിനെ കുറച്ചും കൂടി കാരിക്കേച്ചർ ചെയ്യാണ് ചെയ്ത് വേണമെങ്കിൽ പറയാം. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ആക്ഷേപം ഉണ്ടാവില്ല. എക്സാജറേറ്റ് എന്ന് പറയുമ്പോൾ വേണം നിങ്ങൾ എതിർത്തേക്കാം. എന്താ കാരണം വെച്ചാൽ അങ്കമാലി ഇതിനേക്കാളും അല്ല, ഇത് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്, ഇപ്പോൾ ചാലക്കുടി ആയാലും ഞാൻ ചാലക്കുടിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അങ്കമാലി ചാലക്കുടിയിൽ നിന്ന് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇൻ ജനറലി തൃശ്ശൂർ ഈ എൻറ്റയർ ബെൽറ്റിലുള്ള ആളുകൾക്ക് ഒരു ചില വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായാലും വളരെ ലാഘവത്തോടുകൂടി കാണാനുള്ള ഒരു മനസ്സുള്ള ആൾക്കാരാണ്. അവരുടെ സർക്കാസം ലെവൽ അത്രയും ഹൈ ആണ്. അതായത് കുറച്ച് പരിഹാസ രൂപേണ അവർ സ്വന്തം പരിഹസിച്ചിട്ട് സ്വയം പരിഹസിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അത് ആ ഒരു ക്വാളിറ്റിയുള്ള ആൾക്കാരുടെ തൃശ്ശൂരുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂരായതുകൊണ്ട് ഈ ചാലക്കുടി നേതൊരു ലോനപ്പണ്, ചാലക്കുടിയാണ് ലോനപ്പനാണെന്ന് പറയുന്നത്. എന്റെ അപ്പാപ്പന്റെ പേര് ലോനപ്പൻ എന്നാണ്. ആണോ? അപ്പാപ്പനൊന്നും എന്നോട് പഠിച്ചിട്ടില്ല കേട്ടോ. ഒരാൾ വരട്ടെ. അങ്കമാലി ഡയറീസ് മലയാള സിനിമയുടെ ഒരു ടേൺ ബ്രേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇതിനു മുമ്പ് തന്നെ ലിജോയുടെ ഓരോ സിനിമകളും ഓരോ ട്രെൻഡിനെ കൊണ്ടുവരുന്ന, ട്രെൻഡിൻ്റെ തുടക്കമെന്ന നിലയിലൂടെ വരുന്ന സിനിമകളായിരുന്നു. അങ്കമാലി ഡയറീസിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ തിരക്കഥാകൃത്ത് ചെമ്പൻ വിനോദ്, ഇതിൻ്റെ സംവിധായകൻ ലിജോ പെല്ലിശ്ശേരി, ഇവർ രണ്ടുപേരും എൻ്റെ ആദ്യ സിനിമയിലെ നടന്മാരാണ്.
രണ്ടുപേരും സുപ്രധാനമായ 2 കഥാപാത്രങ്ങളെ എൻ്റെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് പേഴ്സണലി എനിക്ക് സിനിമയോടുള്ള ഏറ്റവും വലിയ ആദ്യത്തെ പറയാനുള്ളൊരു ഒരു വിഷയം. 2 അങ്കമാലി ഡയറീസിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ലിജോയ്ക്ക്, പ്രൊഡ്യൂസർ എന്ന നിലയിൽ വിജയോടും പറയാനുള്ള കാര്യം, ഇത്രയും എനിക്ക് തോന്നുന്നു 83 താരങ്ങൾ, 83 കഥാപാത്രങ്ങളെ, പുതുമുഖങ്ങളെ അവതരിപ്പിച്ചു എന്നുള്ള വലിയൊരു വിജയം, വലിയൊരു ഒരു റിസ്കി ആയിട്ടുള്ളൊരു ഫാക്റ്റ് അത് അച്ചീവ് ചെയ്തു. അത് സക്സസ് ആയി. അത് മലയാള സിനിമാ പ്രേക്ഷകർ മുഴുവൻ അംഗീകരിച്ചു. അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഈ അവസരത്തിൽ ലിജോയുടെ ഒരു ചോദ്യം നേരെ ചോദിക്കാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു ചോദ്യമാണ്. അത് ലിജോ പല്ലിശ്ശേരി എന്ന് പറഞ്ഞ സംവിധായകനെ മലയാള സിനിമാ പ്രവർത്തകരിൽ ഒരു നല്ല മേക്കറാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അറിഞ്ഞവരിൽ ഒരാൾ ഞാനാണ് എന്ന് പറഞ്ഞാൽ ലിജോയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, അതെനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായകൻ സിനിമ കഴിഞ്ഞിട്ട്, ഇപ്പോൾ നായകൻ സിനിമ കഴിഞ്ഞ് നായകൻ തിയേറ്ററുകളിൽ അത്ര ഒരു വിജയമായിരുന്നില്ല, ഒരു ബോക്സ് ഓഫീസിലൊരു പരാജയം തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് ബാബുചേട്ടനാണ്. ബാബുചേട്ടൻ വിളിച്ചത് ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന സിനിമയ്ക്ക് ഇവിടെ കഥ പറച്ചിൽ രീതി, ഈ അങ്ങനത്തെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ലിജോ നായകനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരു സിനിമയെ പറ്റി സംസാരിക്കാൻ ഒരു ദിവസം ഇരിക്കാമോ എന്ന് ചോദിച്ചിട്ടപ്പോൾ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഈ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ, അത് മറ്റൊരു ആൾ ചെയ്യാനിരുന്ന ഒരു പ്രൊജക്റ്റാണ് ആക്ച്വലി. അപ്പോൾ ആ പ്രൊജക്റ്റ് ഞാനും ഇൻവോൾവായിട്ട് പിന്നീട് അത് സംഭവിക്കുന്നത് അങ്ങനെയാണ്. വരട്ടെ, ഒരു സെക്കൻഡ്, അതിനിടയ്ക്ക് നായകനെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാതിരിക്കാം. ലിജോ, ഇതിപ്പോ ആ ദൃശ്യം കണ്ടോ? എന്തുകൊണ്ടാണ് കാണിച്ചത് മനസ്സിലായി? ബാൻഡ് പെരുന്നാള് പഴയ ഫുട്ടേജ് കട്ട് ചെയ്തിട്ടാ? കറക്റ്റ് ചോദ്യമാണ് അത്. കാല് മുതൽ എനിക്ക് സംശയം വരെ നീണ്ടു കിടക്കുന്ന ഫുട്ടേജാണ്. അത് ഒരാളും എനിക്ക് സംശയമുണ്ട്, വിജയ്ക്ക് വേണ്ടി പൈസ ലാഭിച്ചോ? ലിജോയുടെ മനസ്സിൽ രൂഢമൂലമായി കിടക്കുന്ന കുറച്ച് സാധനമുണ്ട്, ഇമേജസ് ഉണ്ട്. ആ ഇമേജസ് എന്തായാലും പുറത്തേക്ക് വരും. അതെങ്ങനെയൊക്കെയോ വരും, പല രൂപത്തിലായിരിക്കും, പക്ഷെ ഉണ്ടാവും. അതൊക്കെ ഒന്നും പറ്റില്ലെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡർ സൈഡിൽ വെച്ചെങ്കിലും ഞാൻ പ്ലേ ചെയ്തത്. ബാബു പറഞ്ഞ പോലെ ലിജോയെ വളരെ ചെറുപ്പത്തിലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. ലിജോയ്ക്കൊരു സൗഭാഗ്യമുള്ള, ലിജോയുടെ പിതാവ് മലയാള സിനിമയുടെ ഭാഗമായിരുന്നു. ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. രൂപത്തിലൊക്കെ ഏറെക്കുറെ ലിജോ അങ്ങനെ ആകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡോക്യുമെന്ററീസ് ഒക്കെ ആയിരുന്നു അല്ലേ ലിജോ? ആദ്യം അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടെ നാട്ടിൽ വന്ന ചെറിയൊരു പ്രൊഡക്ഷൻ ഹൗസ്, എൻ്റെ സുഹൃത്ത് അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് ഒരുമിച്ച് ഞങ്ങളൊരു പ്രൊഡക്ഷൻ ഹൗസ്. പിന്നെ അതങ്ങ് അത്രയും വർക്കൗട്ട് ആയില്ല. പിന്നെ ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. ഒരു ബ്രേക്ക് ത്രൂ എവിടെയായിരുന്നു ലിജോ? ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അത് ഒരു ചാനലിനകത്ത് അത് പ്ലേ ചെയ്യും. പിന്നെ അവിടുത്തെ അവിടുത്തെ ഒരു പ്രോഗ്രാമിനകത്ത്, റിയാലിറ്റി ഷോവിനകത്ത് ഞാൻ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊരു പക്ഷേ അവിടുത്തെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് ദി ഡേ നായകൻ തന്നെയാണ്. അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ അത് നായകനാണ് പിന്നെ ലിജോയെ ഹീറോ ആക്കിയത്. അപ്പം അത് സംഭവിച്ചത് ഒരുപാട് കാലം കൊണ്ടാണ്. അപ്പം തമ്മിലുള്ള കെമിസ്ട്രി എന്ന് തുടങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5 years ആയി അല്ലേ? 4 years പ്രോജക്റ്റുകളുടെ മുകളിലാണ്. ആമേൻ എന്ന് പറഞ്ഞ സിനിമയുടെ കൺസീവിംഗ് ടൈമിലാണ് ലിജോ ഞാനും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് ഇന്ദ്രജിത്താണ് ലിജോയെ പരിചയപ്പെടുത്തത്. അങ്ങനെ ലിജോയെ പരിചയപ്പെട്ടു. ഫസ്റ്റ് ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ കണക്റ്റായി. ആമേന്റെ കഥ എന്നോട് പറഞ്ഞത് ഒരു 30 സെക്കൻഡിലാണ്. ലിജോ അങ്ങനെ പറയത്തുള്ളൂ. ലിജോ കഥ പറയാനായിട്ട് വലിയ താല്പര്യം കാണിക്കാൻ. ആമേന്റെ കഥയാണോ ആദ്യം എന്നോട് പറയുന്നത്? ആമേനാണ് ഞങ്ങൾ ആദ്യം ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ച സിനിമ. പക്ഷെ അത് എന്തുകൊണ്ടോ എനിക്ക് ആ സമയം ഞാൻ ചാനലിൽ നിന്ന് വിട്ടുവരാൻ പറ്റിയില്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം സമയമെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ വേറെ ആരെങ്കിലും ചെയ്ത. ലിജോ എന്നോട് ആദ്യം ആക്ട് ചെയ്യാനാണ് പറഞ്ഞത് ആ സിനിമയിൽ. ആമേൻ വരട്ടെ എന്നാലും. ഒരുപക്ഷെ ആമേന്റെ വിജയം എന്താ കാരണം വെച്ചാൽ മലയാള സിനിമയിൽ ആരും പരീക്ഷിക്കാത്ത ഒരു പ്രത്യേക ട്രീറ്റ്മെന്റ് ആ സിനിമയ്ക്ക് നൽകി.
കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു തോന്നിയോ ചില സമയത്ത് ഇതിലെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റാതെ? ഇല്ല, അത് ആമേൻ ഇനീഷ്യലി നമ്മൾ കൺസീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഒരു കംപ്ലീറ്റ് മ്യൂസിക്കലായിട്ടാണ്. കാരണം ഇവിടെ ഒരു മ്യൂസിക്കൽ എന്ന് പറഞ്ഞൊരു ജോണർ ഇതുവരെ ലിറ്ററലി ബിഗിനിങ് ടു എൻഡ് സംസാരം പോലും മ്യൂസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ പുറത്തൊക്കെയുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമ പരീക്ഷിക്കാമെന്നായിരുന്നു ഇനീഷ്യൽ ഐഡിയ. പിന്നീടാണ് നമ്മൾ അത്രയും നമ്മൾ പരീക്ഷിക്കേണ്ട, പക്ഷെ എങ്കിലും ഫോക്ക് ഒരു നാടൻ പാട്ടുകൾക്ക് അതിനകത്തൊരു ഉറപ്പായിട്ടും അതിൽ ഒരുപാട് ഏരിയ നമ്മൾ റീറ്റെയിൻ ചെയ്തു, മ്യൂസിക്കലായിട്ട് തന്നെ റീറ്റെയിൻ ചെയ്തു. പക്ഷേ അല്ലാതെ നമ്മൾ ഒരു സിനിമയുടെ ഫോർമാറ്റിലേക്ക് തിരിച്ചുപോയി. അത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു ഇമാജിനറി സ്പേസിലായിരുന്നു അതിൻ്റെ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ കുറച്ച് മാജിക് റിയലിസം അതിൻ്റെ ഒരു ഫാൻറ്റസിയും അങ്ങനത്തെ ഒരു കുറച്ച് ഉട്ടോപ്യൻ ആയിട്ടുള്ളൊരു വേൾഡിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് നമുക്ക് ഫിക്ഷൻ, മാജിക്, ഫാൻറ്റസി ഒക്കെ ഒരുപാടുള്ള കൾച്ചറുള്ളൊരു നാട് തന്നെയാണ് നമ്മളുടെ. അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ കാണാനും കേൾക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളുമാണ്. കാരണം വെച്ചാൽ ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ഒരുപക്ഷെ വിജയബാബു നമ്മുടെ ഈ ടെലിവിഷനുകളായിരിക്കും ആൾക്കാരെ വഷളാക്കിയത്. അതായത് ഇവിടെയുള്ളവർക്ക് ഈ ഫോക്കും മറ്റൊന്നും ഇഷ്ടമല്ല, എല്ലാം മറ്റേ കൊമേഴ്സ്യൽ കോണ്ടന്റ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ, ബലമായ സംശയമുണ്ട് എനിക്ക്. 101%. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ ആയിരിക്കണം ചേരുവകളെന്ന് എവിടെയോ ഡിക്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു സംഗീതമുണ്ട്, നമ്മുടെ സമൂഹത്തിലൊരു സംഗീതമുണ്ട്, നമ്മുടേതായ പഴമയുടെ ഒരു വല്ലാത്തൊരു സുഖമുണ്ട്, ഒരു സൗരഭ്യമുണ്ട്. അതൊക്കെ നമ്മൾ വിട്ടിട്ടാണ് ഒരുപക്ഷെ പുതിയ സാധനമാണ് നമ്മൾ എത്തിപ്പിടിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ലിജോയുടെ ഒരു ചിത്രീകരണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഒറ്റ ഷോട്ടിലൊക്കെ കുറേ അങ്ങോട്ട് കറക്കിയെടുക്കും. ഈ ആമേൻ്റെ സോങ് ഇപ്പോൾ കണ്ടതും വൺ ഷോട്ട് സോങ് ആണ്. എന്താ ലിജോ, ധാരാളം സ്വാധീനമാണിത്? സാധാരണ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ അവസാനം ഒരുമിച്ച് ഒറ്റയ്ക്ക് ഞാൻ കുറച്ച് ദിവസങ്ങളിരുന്ന് വർക്ക് ചെയ്യാറുണ്ട് സ്ക്രിപ്റ്റുമായിട്ട്. അപ്പോൾ ബേസിക്കലി എനിക്ക് ഒരു സീൻ വായിക്കുന്ന സമയത്ത് അതെങ്ങനെയാണോ വിഷ്വലി മനസ്സിലേക്ക് വരുന്നത്, ഞാൻ ഏറ്റവും അതിനോട് ക്ലോസ് ആയിട്ട് നിന്ന് ഷൂട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഒരു സിംഗിൾ ഷോട്ടായിട്ടാണ് എൻ്റെ മനസ്സിൽ കൺസീവ്, അങ്ങനെ ഒരു വിഷ്വലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി വാശി പിടിക്കും. വരട്ടെ, ഇത് അങ്കമാല ഡയറീസിൻ്റെ ക്ലൈമാക്സിൻ്റെ മേക്കിംഗ് ആണ്. അതിനെല്ലാം എക്സ്റ്റസി ഉണ്ട്, എൻ്റെ എല്ലാവിധ വികാരത്തിൻ്റെ എല്ലാ തലങ്ങളുടെ അകത്തുണ്ട്. ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിജോയ്ക്ക് തോന്നിയോ ഇത് ബോക്സ് ഓഫീസ് കിട്ടാൻ പോകുന്നു? ഇല്ല, എന്തായാലും മനസ്സിലെവിടെയെങ്കിലും പറയും കുഴപ്പമില്ല. ഇല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു മോശം സിനിമ ഒരിക്കലും ആവില്ല എന്ന് ഒരു തോന്നൽ വന്നു. വിജയ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇല്ല, ഞാൻ വരണ്ടെന്ന് പ്രത്യേകം പറഞ്ഞത്. ഞാനിതിന്റെ ഫസ്റ്റ് കട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ലിജോ വി ഹാവ് എ വിന്നർ എന്ന് ഞാൻ ലിജോയോട് പറഞ്ഞു. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഐ വാസ് 100% ഷുവർ അബൌട്ട് ഇറ്റ്. എന്നുവെച്ചാൽ ഇത്രയും പെരുന്നാളൊക്കെ ഒന്ന് ചിത്രീകരിച്ചുണ്ടാക്കി. ഞാൻ ഇതിന്റെ ഷൂട്ടിംഗ് കാണാൻ പോയിരുന്നു, ഇതെനിക്ക് കാണണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ലിജോ പറഞ്ഞില്ല, ഞാൻ അവിടെ പോയി നിന്നു. ആ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഞാനുണ്ട്. ഷൂട്ടിങ്ങിന്റെ സമയത്ത് ലിജോയുടെ അടുത്തോട്ട് പോയി ഞാൻ വിജയബാബു വന്ന് പരിചയപ്പെടുത്തി. ഒരാളെ പരിചയം ഉണ്ടാവില്ല, വേറൊരു ലോകത്താണ്, വേറൊരു മനുഷ്യനാണ്. അല്ലെ ലിജോ പറഞ്ഞു കേട്ടില്ലേ, പരിചയപ്പെടായിരുന്നു നന്നായി ആ സമയത്ത്. കയ്യിൽ അമിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇട്ടായിരുന്നു. വരട്ടെ. ഹായ് ലിജോടാ, ഇപ്പോൾ നമ്മൾ ഈ പടം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലിജോടൻ പറഞ്ഞു നമ്മളിത് പക്ക റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണം, നമ്മൾ മേക്കിങ്ങിൽ അങ്ങനെ തന്നെ ലെങ്തി ഷോട്ട്സ് ആയിരിക്കും, അധികം കട്ട്സ് യൂസ് ചെയ്യില്ല, ആ രീതിയിൽ തന്നെ നമുക്ക് പിടിക്കാൻ. ലാസ്റ്റ് നമുക്ക് അങ്ങനെ ആ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് സിംഗിൾ ഷോട്ടായിട്ട് ലിജോടൻ ഷൂട്ട് ചെയ്തത്. പക്ഷേ ലിജോടൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു മറ്റേ 2-3 സീക്വൻസ് മാത്രം നമുക്ക് സിനിമാറ്റിക് ആക്കാം, ഇപ്പോൾ അവൻ്റെ കോളേജ് ഫൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ. ലിജോടൻ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ പടത്തിന് ചൂസ് ചെയ്യാൻ കാരണം എന്താ? നിങ്ങളുടെ എഡിറ്ററാണല്ലേ? അതെ, ഷമീർ. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഷാർലിക്ക് വേണ്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഷമീറിന്. അപ്പം അത് സിനിമയിൽ ഈ നരേറ്ററുടെ 3 ലൈഫിൻ്റെ 3 കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. ആദ്യത്തെ 2 ബ്ലോഗ്സ് നമ്മൾ ഈ മൊണ്ടാഷസിലൂടെയാണ് കഥ പറയുന്നത്. പിന്നെ ഒരുപാട് നേരം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നില്ല ഈ 2 കാലഘട്ടത്തിലും. അപ്പോൾ അത് 2 മാത്രമാണ് നമ്മൾ ഒരു കുറച്ച് സിനിമാറ്റിക് അപ്രോച്ച് ഉള്ളത്. അതിൽ മ്യൂസിക്കിനായാലും ചിലപ്പോൾ ഒരു ആക്ഷൻ ബ്ലോക്കിനായാലും ഒക്കെ ചെറിയ സിനിമാറ്റിക് അപ്രോച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം അത് നമ്മൾ പിന്നെ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഷോക്കിംഗ് റിയാലിറ്റിയിലേക്കാണ് എൻറ്റയർ സിനിമയിൽ. അപ്പോൾ ആളുകളെ ഒന്ന് ബാലൻസ് ചെയ്തിരുത്തുക, പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന ആക്ച്വൽ സാധനത്തിലേക്ക് കയറ്റുക എന്നുള്ള ഒരു അപ്രോച്ചിന് വേണ്ടിയിട്ടായിരുന്നു അത് യൂസ് ചെയ്തത്. ഈ ലോങ് സിംഗിൾ ടേക്സും അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫോളോ ചെയ്തതിന് ഒറ്റൊരു റീസൺ ഉള്ളൂ.
കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ സംബന്ധിച്ച് അവർ ലിറ്ററലി ആ സിനിമയ്ക്കകത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഈ ഒരുപാട് കട്ട്സ് ഒഴിവാക്കുമ്പോൾ പ്രത്യേകിച്ചും അവരുടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വ്യൂയിങ് ആണ്, സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫ്ലോ ഉണ്ട് ഓഡിയൻസിന്റെ കാഴ്ചപ്പാട്. തടസ്സപ്പെടുത്തുന്ന അത് നമ്മൾ ബ്രേക്ക് ചെയ്യണ്ട. അതായത് ലോങ് ടേക്സിൽ പോകുമ്പോൾ ലിറ്ററലി ഇയാളും ആ കഥാപാത്രത്തോടൊപ്പം പോയി അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നമ്മൾ ലിറ്ററലി ക്രിയേറ്റ്. അത് നിൽക്കണം, അതിനുള്ള കനം ഉണ്ടായിരിക്കണം. അതെ, കനം ഉണ്ടാവണം. അതെ, അല്ലേ പൊട്ടി പോകും. രണ്ടുപേരും അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഈ അഭിനയിക്കുന്നവർക്ക് ഈ സിനിമ മേക്കിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒക്കെ കൂടി തലയുടെ ഉള്ളിൽ കൂടി പല പല രൂപത്തിലല്ലേ. വിജയബാബുനാണെങ്കിൽ പ്രൊഡ്യൂസർ കൂടിയാണ്, ഇടയ്ക്ക് പോക്കറ്റിലേക്ക് നോക്കേണ്ടേ വരും. ആകെ കൂടി കൺഫ്യൂഷനാണ്. എപ്പോഴും അങ്ങനെയാണ് അല്ലേ? എപ്പോഴും അങ്ങനെയാണ്. വലിയൊരു മേജർ ഡിസ്ട്രാക്ഷൻ അല്ലേ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ഡിസ്ട്രാക്ഷൻ അല്ല, എൻജോയ് ഡൂയിങ് ഇറ്റ്. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ ടെലിവിഷനിൽ ചെയ്തത് സ്മോൾ സ്ക്രീൻ പ്രൊഡക്ഷനാണ്, ഇത് ബിഗ് സ്ക്രീനാണ്. സോ ഫോർ മീ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയിട്ടില്ല. പ്രൊഡക്ഷൻ റിലീസ് സമയത്താണ് ടെൻഷൻ തോന്നുക. ബിക്കോസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് വാട്ട് മേക്സ് മീ ഐ മീൻ ഇപ്പം കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു നല്ല കണ്ടന്റ് ഉണ്ടാക്കി, ബട്ട് അത് പ്രോപ്പറായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ്സ് ഓൾസോ എ ഫെയിലിയർ. അപ്പോൾ അവിടെയാണ് നമുക്ക് എപ്പോഴും ഏറ്റവും വലിയ ചലഞ്ച് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ 86 പുതുമുകളെ കൊണ്ടുവരുന്നു. അപ്പോൾ തിയേറ്റേഴ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത്, നമ്മുടെ ബ്രാൻഡിനെ സെല് ചെയ്യേണ്ടി വരിക, നമ്മളെ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ട് പറയുക. അപ്പോൾ ആ ഏരിയയിലാണ് ഈ സിനിമ ആദ്യം തന്നെ വിജയബാബു മാർക്കറ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ് ആ മാർക്കറ്റിങ്ങിനെ കുറിച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ലിജോ എന്റെ മുഖത്ത് നോക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു സ്ട്രൈക്ക്, മലയാള സിനിമ ഒരു സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് വന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ സമയത്ത് എല്ലാ സിനിമകളും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ചലഞ്ച് വളരെ പ്രധാനപ്പെട്ടത്. വിജയബാബുവിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഞങ്ങൾ JB ജംഗ്ഷനിൽ തന്നെ ഞങ്ങൾ അനാവരണം ചെയ്തിരുന്നു. പക്ഷേ ഈ ലിജോ നല്ലൊരു നടനാ. എനിക്ക് ഈ പഹയനെ ഇഷ്ടപ്പെട്ടപ്പോഴെന്ന് അറിയാം. ആ സിനിമ ഉണ്ടല്ലോ നമ്മുടെ സപ്തമസ്തി, അതിലെ അച്ഛൻ കത്തനാര് ഒറിജിനൽ ഡിറ്റോയാണ്. അതുപോലെ തന്നെ നിരവധി സിനിമകളിൽ ലിജോ നോക്കട്ടെ. ഇവിടെയാണോ ലിജോ തുടങ്ങിയത് അഭിനയത്തിൽ? വേറൊരാൾ അഭിനയിക്കാന്ന് പറഞ്ഞ് വരാതിരുന്നപ്പോൾ ഞാൻ ഷർട്ടൊക്കെ എടുത്തിട്ട് കയറിയിരുന്നതാണ്. മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ്, ഉടുപ്പും ഷർട്ടൊക്കെ എടുത്തിട്ട് കയറി നിൽക്കേണ്ടി വന്നത്. അല്ലാണ്ട് എനിക്ക് പേഴ്സണലി കഴുത്തിലുള്ള മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാലയുണ്ടോ? ഒരു കൊള്ളസംഘം വരട്ടെ. ലിജോ ആണ്ടുകുമ്പസാരമുള്ള ആളാണ്. കുമ്പസാരം സത്യത്തിൽ സംഭവിച്ചിട്ട് കുറച്ച് അധികം കാലമായിട്ട് ഒരാളാണ് ഞാൻ. വിജയ് മനസ്സിലല്ലേ? അതായത് ക്രിസ്ത്യാനികൾക്ക് മുടക്കാത്തൊരു സാധനമുണ്ട്, ആണ്ടിൽ ഒരു പ്രാവശ്യം കുമ്പസാരിക്കണം. അപ്പം നമ്മളോട് ചില ആൾക്കാർ ചോദിക്കും ആണ്ട് കുമ്പസാരമൊക്കെ ഉണ്ടോ ചോദിക്കും. ഞാൻ ദൈവമായിട്ട് നേരിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാൻ പുള്ളിയായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആണ്. അപ്പം ലിജോ കുമ്പസാരിച്ചിട്ട് ഒരുപാട് കാലമായി. അച്ഛന്മാരെ ശ്രദ്ധിക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഈ കുഞ്ഞാടിനെ രക്ഷപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി. കുഞ്ഞാട് ചെറുതായിട്ട് മൂത്തോന്ന് സംശയമുണ്ട്. വരട്ടെ. ഇതുപോലെ തന്നെ ആയിരിക്കും ചെമ്മം പോയി കുമ്പസാരിച്ച പോലെ തന്നെ ആയിരിക്കും അച്ഛൻ കേൾക്കാൻ പോകുന്നത്. വരട്ടെ. എന്ന് പറഞ്ഞ ഫിലിമിന് ശേഷം ഫേസ്ബുക്കിൽ നീ ഒരു ഇത് അപ്ലോഡ് ചെയ്തു, സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. അപ്പോൾ ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു താങ്ക്സും കൂടി പറയാനായിട്ട് ഞാനിപ്പോൾ ഈ അവസരം എടുക്കുകയാണ്. വേറെ ഒന്നല്ല, ഇങ്ങനെ ഒരു ഫിലിം നമുക്ക് തന്നതിൽ ഞാൻ മനസ്സിൽ കണ്ടാലും വളരെ വലിയൊരു സിനിമയാണ് ഗുരു തന്നത്. താങ്ക് യു സോ മച്ച്. രണ്ടാമത് വിജയ് ആക്ച്വലി ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുമ്പോൾ വിജയ് ഇതിൻ്റെ കഥ എന്താണെന്ന് പൂർത്തിയായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുമ്പോഴാണ്, ഫുൾ സ്ക്രിപ്റ്റ് ഫൈനൽ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുമ്പോഴാണ് വിജയ് ഇതിൻ്റെ കഥ പൂർണ്ണമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല റിസൾട്ട് ഫിലിമിൽ നിന്ന് വന്നുകൊണ്ട് നല്ലതാണ്. എന്താ പറയുക, IMDb പോലുള്ളൊരു ഒരു റിലയബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സോഴ്സിൽ ഇതുവരെ റേറ്റ് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും റേറ്റിംഗ് കൂടുതലുള്ള മലയാള ഫിലിമാണ് നമ്മളുടെ. അപ്പോൾ അതിൽ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ളൊരു വകയുണ്ട്. എങ്കിലും ഇനി ഇതുപോലെ പ്രൊജക്റ്റുകൾ വന്നാൽ, അതായത് അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വന്നിട്ട് വിജയ് നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലെന്ന് വെച്ചാൽ ഇതുപോലെ കഥ കേൾക്കാതെ ചെയ്യുമോ, അതുപോലെ വേറൊരു നല്ലൊരു ടീം വന്നിട്ട് വിജയോട് ഇത് പറയുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കുമോ, ഒരു വിജയുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ ഫോളോ ചെയ്യുന്നൊരു പരിപാടി ആയിരിക്കുമോ വിജയ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. ചെമ്പൻ ചോദിച്ചെങ്കിൽ ചെമ്പൻ്റെ കയ്യിലൊന്നും ഒരു അടുത്തൊരു പരിപാടി കൂടെ ഉണ്ട്. ആദ്യം ഉത്തരം പറയുന്നത്? ആദ്യം വിജയ് പറ. അങ്കമാലിക്കാരായ ചെമ്പനും ലിജോയും കൂടെ എഴുതുന്ന ഒരു കഥ, അങ്കമാലി ഡയറീസ് എന്ന പേര്. കഥ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒരു ത്രെഡ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരുന്ന് ലിജോ എന്നോട് പറഞ്ഞത്, ഇത്രേ പറഞ്ഞുള്ളൂ.
ഞങ്ങൾ വളർന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങൾ, ചില ആൾക്കാർ അതിൽ നിന്നും കോർത്തെടുത്ത ഒരു സിനിമയായിരിക്കും. അപ്പോൾ അങ്കമാലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ലിജോയും ചെമ്പനും കൂടെ ചെയ്യുമ്പോൾ അത് അവരുടെ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതിന് എനിക്ക് 100% ഉറപ്പായതുകൊണ്ട് അപ്പം തന്നെ കൈ കൊടുത്തത്. പിന്നെയാണ് സ്ക്രിപ്റ്റ് റീഡിങ്ങിന് പോകുന്നത്. ഇത് നമ്മൾ വേറൊരു ടീമാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് കേട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ഇത് നോക്കിയിട്ടേ പോവുള്ളൂ. ഇത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് ഒന്നും എടുത്തു. ദാറ്റ്സ് ഇറ്റ്. ലിജോയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ചെമ്മൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചത്. അതായിരുന്നു ലിജോയുടെ ഒരു പരീക്ഷണം, ഡബിൾ ബാരൽ. അത് വല്ലാതെ പൊട്ടിപ്പോയി ബോക്സ് ഓഫീസിൽ. അതിൽ നമുക്ക് വിരോധമില്ല. ഇതിന് ശേഷമാണ് ചെമ്മൻ പറഞ്ഞ ആ വാചകം ഇട്ടത്, നോ പ്ലാൻ ടു ഇംപ്രസ്. നോ പ്ലാൻ ടു ഇംപ്രസ്. നന്നാവില്ല ഞാൻ മലയാളത്തിൽ തമാശയായിട്ടാണ്. ഇല്ല, ഞാനത് വളരെ തമാശയായിട്ട് തന്നെ എടുക്കുന്നത്. ഇങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടായപ്പോൾ അല്ല, എന്നെപ്പോലുള്ള ആൾക്കാർ ചിലരോട് സംസാരിച്ചപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞെങ്ങനെയാണ്, ലിജോ മുമ്പേ പറക്കുന്ന പക്ഷിയാണ്. ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് എടുക്കേണ്ട ഒരു സിനിമ അവൻ നേരത്തെ എടുത്തിരിക്കുകയാണ്, അപ്പോൾ അവൻ അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നാണ് ചില ആൾക്കാർ തരും. പക്ഷേ ഇങ്ങനെയല്ല, ആൾക്കാർ നോക്കുമ്പം 8 കെട്ടി പൊട്ടിയിരിക്കണു. അത് എന്തായിരുന്നു പരസ്യം, ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഭീകര ഹൈപ്പ്, ഡബിൾ ബാരൽ ഹൈപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലിജോ നോ പ്ലാൻ ടു ചേഞ്ച് എഴുതണമെങ്കിൽ അതിൽ ചില തീരുമാനം ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന സിനിമകൾ എല്ലാ സമയത്തും തിയേറ്ററിൽ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ കൊടുത്തോളണമെന്ന് അവർക്കും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഡെഫിനറ്റ്ലി ഒരു വർക്ക് ഓഫ് ആർട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ തീരുമാനങ്ങൾ എന്താ ആവണം എന്നുള്ളത് ഒരു ഉറപ്പ് എങ്കിലും പ്രൈമറിലി നമ്മുടെ മനസ്സിലുണ്ടാവും, ധാരണ നമുക്കുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന തരത്തിൽ ഒരു സിനിമ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള ഒരു സിനിമയാണോ ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് കാണണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള സിനിമ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് ഞാൻ വാശി പിടിക്കും. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എൻ്റെ പേഴ്സണൽ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന, എനിക്ക് എഴുതുന്നതുകൊണ്ട് ഒരു വിരോധമില്ലല്ലോ. വിജയബാബു, ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പരിചിതമായിട്ടൊരു മേഖലയുണ്ട്. വിജയത്തിൻ്റെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ആ ഫോർമുലയുടെ പുറകെ തന്നെ പോകും. ഇപ്പോൾ മലയാള സിനിമ ഒരുപാട് കാലം അങ്ങനെയായിരുന്നു. മിമിക്രി എന്നാൽ മിമിക്രി, മറ്റേ തമാശ എന്നാൽ തമാശ, ഇങ്ങനെ ഒരു എന്താ പറയുക, ടൈപ്പ് ചെയ്ത് പോകുന്ന സിനിമകളുടെ ഒരു പരമ്പരയായിരുന്നു, ഘോഷയാത്രയായിരുന്നു മലയാള സിനിമയിൽ. അതിൽ നിന്നാണ് ഒരു പക്ഷേ ലിജോയെ പോലുള്ള ആൾക്കാർ വഴിമാറി നടക്കുന്നത്. ലിജോയുടെ വേറൊരു പ്രത്യേകത ഞാൻ കാണിച്ചുതരാം. ഒരു പക്ഷേ ലിജോ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പശ്ചാത്തലം എൻ്റെ ചോദ്യത്തിലുണ്ട്. എന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷെ വിജയ്ക്ക് അറിയണ്ടാവില്ല, ഞാൻ കുറച്ച് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദുയിസം കേരളത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ എത്തിയൊരു മതമാണ് ക്രിസ്ത്യാനിറ്റി. ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു 1, 2 വന്നതാണ്. ഇവിടുത്തെ ബ്രാഹ്മിൺസൊക്കെ വരുന്നത് 7th, 8th വരുന്നത്, 7, 8. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരുന്ന ഒരു തനതായ ഇൻഡിജിനസ് ആയിട്ടുള്ള ക്രിസ്തു മതത്തെ യഥാർത്ഥത്തിൽ പിഴുതെറിഞ്ഞ് കളഞ്ഞത് പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഇൻവേഷനോടെയാണ്. അപ്പോൾ ഈ മലയാളത്തിലൊരു ക്രിസ്ത്യൻ ഫോക്കുണ്ട്. അപ്പം ലിജോ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു ചരിത്രപരമായ പശ്ചാത്തലം ഒരുപക്ഷെ ലിജോ അറിയുമെന്ന് എനിക്കറിയില്ല. ലിജോ അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ കേരളത്തിൽ പിഴുതെറിയപ്പെട്ട, പാശ്ചാത്യ വരവോടുകൂടി പിഴുതെറിയപ്പെട്ട വളരെ പുരാതനമായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ളൊരു ക്രൈസ്തവ ഫോക്കിൻ്റെ ഒരു പുനർജീവനം ഒരു പക്ഷേ ലിജോയുടെ പാട്ടുകൾ കാണുന്നു. ഞാൻ കറക്റ്റ് കൺവേ ചെയ്തോ ലിജോ? അല്ല, എനിക്ക് ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സിനിമ പർട്ടിക്കുലർലി നമ്മളൊരു എഴുതുകയോ ചിന്തിക്കുകയോ അത് വിഷ്വലി മനസ്സിലായി ആലോചിക്കുകയോ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ബ്ലോഗ്സും എന്നെ ബാധിക്കാറില്ല. അത് ഒരു റൂൾ ബുക്ക് വെച്ചിട്ട്, അതായത് ഇന്നത് ഞാൻ ചെയ്താൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്ലോഗ്സൊന്നും എനിക്ക് മൈൻഡിൽ ഉണ്ടാവാറില്ല സാധാരണ. പക്ഷേ ബ്ലോക്ക് അല്ലെങ്കിൽ ചില സമയത്ത് ലിജോ കയറി റിയാക്ട് ചെയ്യാറുണ്ട്. അല്ല, റിയാക്ഷൻ എന്ന് പറയുന്നത്, ഏതോ ഒരു വിദ്വാൻ പറഞ്ഞു കേട്ടോ, ഏതോ ഒരാളിനകത്ത് മറ്റേ ക്രിസ്ത്യൻ ബിംബങ്ങൾ ഉപയോഗിച്ചു എന്നും പറഞ്ഞ് എവിടെയോ റിവ്യൂ ചെയ്തപ്പോൾ ലിജോ കയറിയിട്ട് കുറച്ച് അവരെ ഒന്ന് ആക്കി സ്വീപ്പാക്കി മക്കാറാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ചെയ്തു. ശരിയല്ല, അത് വളരെ മാന്യമായിട്ടാണല്ലോ ഞാൻ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആ മാന്യതയിലാണ് അവനെ പിടിച്ചതെന്നാണ് പറഞ്ഞത്. ആണ് ഒരു 2 തെറി പറഞ്ഞിരുന്ന കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത്, അതായത് നമ്മളൊരു
ഒരു പീസ് ഓഫ് ആർട്ടിനെ ഇതിന് മാത്രം ഭയങ്കര കുലങ്കുഷമായി അനലൈസ് ചെയ്ത് കീറി മുറിച്ച് സിനിമ കാണേണ്ട പോലും ആവശ്യമില്ല. സത്യം ആവശ്യമില്ല. നമ്മൾ ചിന്തിക്കാത്ത പോലും കാര്യങ്ങൾ ആളുകൾ എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അത് അതിന് എക്സ്പ്ലനേഷൻ നമ്മുടേതായ രീതിയിലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത്ര നിരൂപക വ്യാഖ്യാനങ്ങൾ അങ്ങനെയാണ് പലപ്പോഴും. നമ്മൾ മനസ്സാ വാച കർമ്മണ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ആക്ച്വലി അങ്കമാലി ഡയറീസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോലും നോക്കി കണ്ടിട്ടില്ല. അപ്പോൾ താങ്കളുടെ വീട്ടിൽ എല്ലാവരും അന്വേഷിച്ചതായിട്ട് പറയൂ. അവിടെയാണ് കലക്കിയത്. എല്ലാവർക്കും അന്വേഷണം പറഞ്ഞു, നല്ല നമസ്കാരം പറഞ്ഞിട്ടാണ് നിർത്തിയത്. അല്ല, അപ്പോൾ അത് നമ്മുടെ ഒരു മാന്യത നമ്മൾ കീപ്പ് ചെയ്തു. നമ്മുടെ മാന്യത അത് തൃശ്ശൂരുകാരനാടേ. തൃശ്ശൂരുകാർ ചെയ്യുന്ന പോലെ ഈ ഉറ കളയാതെ വെക്കൂലോ, ഈ ഉറ കളയാതെ വെക്കണം. അല്ല, അതിന് ജീവിതത്തിൽ സംഭവിച്ചു പോയതല്ലേ ഇതൊക്കെ വന്നിരിക്കുന്നത്. നല്ല തേപ്പും കിട്ടിയിട്ടുണ്ട്. അവളോട് പോയി അവളോട് നടക്കണ്ടേ, നമ്മളതിലേക്ക് പോകുമ്പോ ആ വിളിച്ചിങ്ങനെ നോക്കിയിട്ടുണ്ട്. മുഖ്യ തൊഴിൽ ഇതായിരുന്നു എന്നുള്ള കാര്യം കാരണം അറിയാം. ഒരു പുതിയ താരോയം എന്ന് പറഞ്ഞാൽ പുതിയ വില്ലോദയം വന്നിരിക്കുകയാണ് മലയാള സിനിമയിൽ. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. പിന്നെയുള്ള സിനിമകളിൽ എൻ്റെ ഈ ബോഡി ലാംഗ്വേജും എൻ്റെ ഈ ശബ്ദവും ഉള്ള ക്യാരക്ടറിൽ ഉണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കൈ കണ്ട ഇരുമ്പിന്റെ കരുത്താണിതിന്. പണ്ട് ഞാൻ അലസനായിരുന്നു. ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ എൻ്റെ കൈ മരവിച്ചിരിക്കുന്നു.